ഹലോ ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന പോയം സ്ലീപ്ലെസ് ഐ കെപ്റ്റ് ദ നൈറ്റ് വിജിൽ എന്ന് പറഞ്ഞ പോയമാണ് റിട്ടൺ ബൈ അൽ ഖൻസ. അൽ ഖൻസനെ പറ്റിയിട്ട് നമ്മൾ നോക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ വീഡിയോയുടെ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പറയും. അത് കഴിയുമ്പോഴത്തേക്കിന് അൽ ഖൻസനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കും. അത് കഴിയുമ്പോൾ നമുക്ക് ഈ പോയം വായിച്ചിട്ട് അതിൻ്റെ സമ്മറിയും മേജർ തീംസും അനലൈസ് ചെയ്യാം. സോ കമ്മിങ് ടു അൽ ഖൻസ. അൽ ഖൻസയാണ് ഈ പോയം എഴുതുന്നത്. ഇവരൊരു അറബ് വുമൺ പോയിറ്റായിരുന്നു നമുക്ക് പറയാം. ഇനി ഹർ പോയിട്രി ഡിപ്പിക്സ് റിച്ച് ഹിസ്റ്ററി ഓഫ് അറബ് നേഷൻസിനെ പറ്റിയിട്ടുള്ള അവരുടെ റിച്ച് ഹിസ്റ്ററിയാണ് അവരുടെ പോയംസ് പോർട്രേ ചെയ്തിരുന്നത്. അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പോയിട്രി കളക്ഷനാണ് ദിവാൻ. ഇനി ഇവരുടെ പോയംസ് ഹിസ്റ്ററിയാണ്, അറബ് നേഷൻസിൻ്റെ റിച്ച് ഹിസ്റ്ററിയാണ് കാണിച്ചത് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇവരൊരു ട്രൈബിൻ്റെ മെമ്പറായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രൈബിൻ്റെയും ബേസിക് ആയിട്ടുള്ള അറബ് നേഷൻസിൻ്റെ ഹിസ്റ്ററി എങ്ങനെയായിരുന്നു, അവരുടെ ട്രഡീഷൻ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് ഇവരുടെ പോയിട്രിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ സ്ലീപ്ലെസ് ഐ കെപ്റ്റ് ദ നൈറ്റ് വിജിൽ എന്ന് പറയുന്നത് ഇവരുടെ ബ്രദറായിട്ടുള്ള സഖീറിൻ്റെ, ഇതിനൊരു ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻ്റ് ഉണ്ട്. ബിക്കോസ് ഇത് ഇവരുടെ ബ്രദറായിട്ടുള്ള സഖീർ മരിക്കുന്നതിൻ്റെ ഒരു റിമെമ്പറൻസ് ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ദുഃഖത്തിൽ എഴുതിയേക്കുന്ന ഒരു പോയമാണ്. ഇനി ഇവരുടെ വേറൊരു ബ്രദർ മരിച്ചതിൻ്റെ ഒരു റിവെഞ്ച് എടുക്കാനായിട്ടായിരുന്നു പോയിരുന്നത്. അവരുടെ മറ്റേ ബ്രദറിനെ കൊന്ന ആൾക്കാരുടെ അടുത്ത് അവരെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട് സഖീർ. അത് കഴിയുമ്പോഴത്തേക്കിന് ആ ഒരു വൂൺസ് കാരണം ഏകദേശം 1 ഇയർ കഴിയുമ്പോഴത്തേക്കിനാണ് സഖീർ മരണപ്പെടുന്നത്. സോ നമുക്കിനി പോയത്തിലോട്ട് കിടക്കാം. സ്ലീപ്ലെസ് ഐ കെപ്റ്റ് ദ നൈറ്റ് വിജിൽ, ഐസ് കോൾഡ് ബ്ലാക്ക് ആൻഡ് റട്ട്സ്. ഐ വാച്ച് ദ സ്റ്റാർസ് ദോ നോ വാച്ച്മാൻ, me wrapped in ragged robes. For I heard news and no news for joy. Words of you, here is Sakhir, hurled to the ground, skirted by stones. Go then, to God's care. You, whose heart quickened at wrong. You, like the spear tip whose bright shape lit the night. You, bitterly resolved, free-born and the son of free. Go, I will weep for you, so long as the ring dove wails and the stars brighten the road for the traveller. And I will not make peace with people you were at war with, not till the good host's black port whitens. അപ്പോൾ ഇതാണ് നമ്മുടെ പോയം. ഇനി ലൈൻ വൈസ് നോക്കുകയാണെങ്കിൽ സ്ലീപ്ലെസ് ഐ കെപ്റ്റ് ദ നൈറ്റ് വിജിൽ, ഐസ് കോൾഡ് ബ്ലാക്ക് ആൻഡ് റട്ട്സ്. അപ്പം നമ്മൾ പറഞ്ഞു ഇതൊരു എലിജിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ നമ്മുടെ പോയിട്ട് സ്ലീപ്ലെസ് ആയിട്ട് നൈറ്റ് വിജിൽ കൊടുക്കുകയാണ്. ഐസ് എങ്ങനെയായി ഇവരുടെ കോൾഡ് ബ്ലാക്ക് ആൻഡ് റട്ട്സ് ആയി, അതായത് ഇവർ സ്ലീപ്ലെസ് ആണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുക. ഐ വാച്ച് ദ സ്റ്റാർസ് ഡു നോ വാച്ച്മാൻ. ഇവർ സ്റ്റാർസിനെ നോക്കി, ആകാശത്തോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. മീ റാപ്ഡ് ഇൻ റാഗ്ഡ് റോബ്സ്. അപ്പോൾ ഈ റാഗ്ഡ് റോബ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ ഹമ്പിൾ ആയിട്ടുള്ള ബിലോങ്ങിങ് ആണ് ഇവർക്കുള്ളത്. അതായത് ബേസിക്കായിട്ട് നോർമൽ ഹ്യൂമൻ ബീങ്സിനെ പോലെ വളരെ ഹമ്പിൾ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഇവർ വരുന്നത്. ഷീ ഈസ് നോ ക്വീൻ ഓർ സംതിങ്. ഇനി എന്ത് പറഞ്ഞിരിക്കുന്നത്, ഐ ഹാഡ് ഹേർഡ് ന്യൂസ് ആൻഡ് നോ ന്യൂസ് ഓഫ് ജോയ്. അപ്പോൾ ഇവർക്കൊരു ന്യൂസ് കിട്ടിയിരിക്കുകയാണ്. അതെന്താണ്, ഒരു ഗുഡായിട്ടുള്ളൊരു ന്യൂസ് അല്ല. ആ ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്തുവാ, സഖീർ ഹാഡ് ബീൻ ഹേർട്ട്. സഖീർ ഹേർട്ടാണ്. എങ്ങനെ അതിൻ്റെ ഒരു വേർഡ്സ് യൂസ് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഹേൾഡ് ടു ദ ഗ്രൗണ്ട്, സ്കേർട്ടഡ് ബൈ സ്റ്റോൺസ്, ഗോ ദെൻ ടു ഗോഡ്സ് കെയർ. എന്ന് പറഞ്ഞാൽ ആ എനിമീസിൽ നിന്നും നേരിട്ട ഒരു അറ്റാക്കിനെ പറ്റിയിട്ടോ ആ ഒരു വൂൺസിനെ പറ്റിയിട്ടോ ആണ് ഇവിടെ സിമ്പിളൈസ് ചെയ്യുന്നത്. അപ്പം നെക്സ്റ്റ് ഇതാണ് ഗോ ദെൻ ടു ഗോഡ്സ് കെയർ. അത് വിഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വിഷ് ചെയ്യുകയാണ് സഖീർ മരിച്ചിട്ടുണ്ടെങ്കിൽ സഖീറിൻ്റെ സോളിന് പീസ് കിട്ടട്ടെ എന്നുള്ള രീതിയിൽ പറയുക. ഇനി പിന്നെ നെക്സ്റ്റ് പാരഗ്രാഫ് പറയുന്നത് യു ഹൂസ് ഹേർട്ട് ക്വിക്കൻഡ് അറ്റ് റോങ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഈ സഖീർ എന്ന് പറയുന്ന ആൾ റോങ്ങിന് എഗെയിൻസ്റ്റ് റിയാക്ട് ചെയ്തിരുന്ന ഒരാളാണ്, റൈറ്റിയസ്നെസ്സിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാണ്. എവിടെ ഒരു തെറ്റ് കണ്ടാലും റിയാക്ട് ചെയ്തിരുന്ന ഒരാളാണ്. യു ലൈക്ക് ദ സ്പിയർ ടിപ്പ് ഹൂസ് ബ്രൈറ്റ് ഷേപ്പ് ലിറ്റ് ദ നൈറ്റ് എന്ന് പറയുന്നത് എന്തുവാ, വളരെ ഷാർപ്പായിരുന്നു, വളരെ ക്വിക്കായിരുന്നു. അതുകൊണ്ടാണ് ഈ സ്പിയർ ടിപ്പിനോട് സഖീറിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഹിസ് ബ്രൈറ്റ് ഷേപ്പ് ലിറ്റ് ദ നൈറ്റ് എന്ന് പറയുമ്പം ഒരു ലീഡറിൻ്റെ ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു ഈ സഖീറിനെന്നാണ് പറയുന്നത്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, യു ബിറ്റർലി റിസോൾവ്ഡ് എന്ന് പറയുമ്പം ബിറ്ററായിട്ടാണ് റിസോൾവ് ആയതെന്ന് പറയുമ്പം അങ്ങേരുടെ ബാറ്റിൽസ് അത്രത്തോളം നല്ലതുപോലെ അല്ല അവസാനിച്ചതെന്നുള്ള രീതിയിൽ പറയുക. ഫ്രീ ബോൺ എന്ന് പറയുന്നത് കൊണ്ട് ഒരു ട്രൈബിലാണ് ജനനം. അതുകൊണ്ട് തന്നെ സൺ ഓഫ് ഫ്രീ ആണ്, ആരുടെയും സ്ലേവ് അല്ല, ഇൻഡിപെൻഡൻസ് ഉണ്ട് ട്രൈബിന്. ആ ഒരു അർത്ഥമാണ് വരുന്നത്. ഇനി സൺ ഓഫ് ഫ്രീ എന്ന് പറയുന്നുണ്ട്. ഗോ ഐ വിൽ വീപ്പ് ഫോർ യു ആസ് ലോങ് ആസ് ദ റിംഗ് ഡവ് വെയിൽസ് ആൻഡ് സ്റ്റാർസ് ബ്രൈറ്റൻ ദ റോഡ് ഫോർ ദി ട്രാവലർ. അപ്പം പറഞ്ഞിരിക്കുന്നത് എന്തുവാ, ഇവർ ഈ സിസ്റ്റർ മോൺ ചെയ്യും, എൻഡ് ഓഫ് ടൈം വരെ
ഡെത്ത് അവരുടെ അടുത്ത് വരുന്നിടം വരെയും ഈ ബ്രദറിൻ്റെ ഡെത്തിനെ ഇവർ മോൺ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് എന്തുവാ? ആൻഡ് ഐ വിൽ നോട്ട് മേക്ക് പീസ് വിത്ത് പീപ്പിൾ യു വെയർ അറ്റ് വാർ വിത്ത്. ഞാൻ നീ ആ ഒരു എനിമി ട്രൈബിൻ്റെ അടുത്ത് ഒരിക്കലും ഒരു രീതിയിലുള്ള പീസിലും നിൽക്കില്ല, എപ്പോഴും ഒരു എനിമീസായിട്ട് തന്നെ കൺസിഡർ ചെയ്യും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ആ ഒരു ബ്രദറിൻ്റെ ഡെത്തിൽ സൊളേസ് കണ്ടുപിടിക്കുകയാണ്. ആ പ്രൈഡിലൂടെയാണ് അവർ ആ സൊളേസ് കണ്ടുപിടിക്കുന്നത്. അതായത് അവരുടെ ബ്രദർ ഒരു മാർട്ടിയറിനെ പോലാണ് മരിച്ചത് എന്നുള്ള രീതിയിലാണ് അവർ ആ സൊളേസ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ പോയം. ഇനി ഇതിൻ്റെ മേജർ തീംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വാർ വരുന്നുണ്ട്, ഓഫ്കോഴ്സ് വാറാണ് ഫസ്റ്റ് മേജറായിട്ടുള്ള തീം. സാക്രിഫൈസ് വരുന്നുണ്ട്, ബിക്കോസ് സഖീർ വേറെ ബ്രദറിനെ കൊന്ന എനിമി ട്രൈബുമായിട്ട് അവരെ ഡിഫീറ്റ് ചെയ്തിട്ടാണ് മരിക്കുന്നത്. അതുകൊണ്ട് സാക്രിഫൈസ് വരുന്നുണ്ട്. ഓണർ വരുന്നുണ്ട്. ഫാമിലി ബോണ്ട്സ് ആണ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീം. പിന്നെ ക്വാളിറ്റീസ് ഓഫ് എ ലീഡർ വരുന്നുണ്ട്. സഖീർ ഒരു നല്ല ലീഡറായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഡെത്തും സാൽവേഷനും വരുന്നുണ്ട്. ഗ്രീഫും ആ ഡെത്തുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഗ്രീഫും റിമോഴ്സും ഒക്കെ വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. ഐ വിൽ റെസ്പോണ്ട് ടു യു. വീഡിയോ ഇഷ്ടപ്പെട്ട് മനസ്സിലായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ക്ലാസ്സിലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതേപോലത്തെ എക്സാം റിലേറ്റഡ് വീഡിയോസ് കിട്ടാൻ സബ്സ്ക്രൈബ്. താങ്ക് യു.